എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പ്ലാന്, റുട്ടീന്, എങ്ങനെയൊക്കെ ടൈം മാനേജ് ചെയ്യണം പഠിക്കുന്നതിൽ, അതുപോലെ തന്നെ കുറച്ച് മോട്ടിവേഷനും ടിപ്സും നോട്ട് പ്രിപ്പറേഷനും റിവിഷനും ഒക്കെയുള്ള ചെറിയൊരു ലോങ് വീഡിയോ ആണിത്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്. പേപ്പറിൽ 10 മണി തൊട്ട് 11 മണി വരെ ഞാൻ പഠിക്കും ഇന്ന സബ്ജക്റ്റ്, സോഷ്യലോ സയൻസോ അങ്ങനെ എന്തെങ്കിലും സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് ഒരു മണി തൊട്ട് 2 മണി വരെ ഇന്ന സബ്ജക്റ്റ് പഠിക്കും എന്ന് എഴുതി വെക്കാതെ നിങ്ങളൊരു ദിവസം പഠിക്കാനിരിക്കുക, ബെറ്റർ ആയിരിക്കും. അങ്ങനെ എന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ പഠിക്കാനിരുന്നോ അന്നൊന്നും ആ സബ്ജക്റ്റും പഠിക്കത്തില്ല, ആ സമയത്തും നമ്മൾ പഠിക്കത്തില്ല. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയി പോകും. അതെന്താ കാരണമെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. ഒരു 90% പിള്ളേർക്ക് ഇത് ഓക്കെ ആണെങ്കിൽ ഒരു 10% ഇത് ഓക്കെ അല്ല. എൻ്റെ മൈൻഡ് സെറ്റുള്ള പിള്ളേർക്കൊന്നും എന്തായാലും ഇത് ഓക്കെ ആയിട്ട് വരത്തില്ല. കാരണം എനിക്കത് സക്സസ് ആയിട്ടേ ഇല്ല. ഞാനൊരു ബുക്കിൽ ഇതുപോലൊക്കെ എഴുതി വെക്കും, എന്നിട്ടോ പഠിക്കത്തുമില്ല. ആ ഒരു ടൈമിൽ ഇരുന്ന് പഠിക്കത്തില്ല, ആ സബ്ജക്റ്റും പഠിക്കത്തില്ല, പിന്നെ പിള്ളേരുമായിരിക്കും ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു മൈൻഡ് സെറ്റ് ഉള്ളവർ ഈ ഒരു റൊട്ടീൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇങ്ങനെ പേപ്പറിൽ എഴുതാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ പോയിരുന്ന് പഠിക്കുക. ഇങ്ങനെ ഒരു ടൈം ഇങ്ങനെ വെച്ചിട്ട് പഠിക്കാൻ നോക്കിയാൽ നമ്മൾ പഠിക്കത്തില്ല, അത് ഉറപ്പാണ്. നിങ്ങൾ ഓർക്കും എപ്പോൾ ഇരുന്ന് പഠിക്കണമെന്ന്. നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം എപ്പോൾ ഇരുന്ന് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നതെന്ന്. എന്നെ സംബന്ധിച്ച് എനിക്ക് നൈറ്റ് ഇരുന്ന് പഠിച്ചാലോ എല്ലാം ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. പകൽ എനിക്ക് പഠിക്കാനും പറ്റത്തില്ല, പഠിച്ചോട്ട് ഓർക്കത്തുമില്ല. അതുകൊണ്ട് ആദ്യം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. രാത്രിയിലിരുന്നും പകലിരുന്നും പഠിച്ചു നോക്കണം. എന്നിട്ട് പിറ്റേ ദിവസം അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ ഏതാണ് ഓർത്തിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഡേ പിന്നെ അങ്ങ് ഫോളോ ചെയ്ത് പോകണം. രാത്രി ഇരുന്ന് പഠിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഡേ നല്ലതായിട്ട് കിടന്നുറങ്ങണം, എന്നിട്ട് രാത്രി ഇരുന്ന് പഠിക്കാവുള്ളൂ. ഞാനൊരു 10 മണിയൊക്കെ തുടങ്ങിയാൽ ഒരു 12 മണി 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ച സമയങ്ങളൊക്കെ എനിക്ക്. അപ്പോൾ നിങ്ങൾ നൈറ്റ് ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് നൈറ്റ് ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓർമ്മ നിൽക്കുന്നതെങ്കിൽ ഹെൽത്ത് നല്ലതായിട്ട് നോക്കണം. നല്ല ഹെൽത്ത് നോക്കിയിട്ട് നൈറ്റ് ഇരുന്ന് പഠിക്കാവുള്ളൂ. അല്ലെങ്കിൽ രാവിലെ മോർണിംഗ് നമുക്ക് ഭയങ്കര ടയർഡ്നെസ്സും ഇഷ്യൂസും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ലതായിട്ട് ഹെൽത്ത് നോക്കിയിട്ട് നൈറ്റ് ഇരുന്ന് പഠിച്ചു. നിങ്ങൾക്ക് അതാ ബെറ്റർ ഓപ്ഷൻ എങ്കിൽ. പിന്നൊരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത്, പ്രാക്ടീസ് ത്രൂ നമുക്ക് എല്ലാ സക്സസ്സും നടക്കത്തുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം, ഒരു പോർഷൻ ഇത്രയും ഒരു ദിവസം പഠിച്ചു എന്ന് വിചാരിക്കുക. ആ പഠിച്ച പോർഷൻസ് 2 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ അപ്പം തന്നെ കുറേ മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു നോക്കുകയോ വായിച്ച് നോക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ബ്രെയിനിലത് സ്റ്റക്കായിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പിന്നെ ഒന്ന് റിവൈസ് ചെയ്യണം. പിന്നെ ഒന്നെങ്കിൽ 2-3 വട്ടം റിവൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം പഠിച്ച കാര്യങ്ങൾ. ഒരു ട്രെൻഡ് കണ്ടുവരുന്നത്, എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ എല്ലാ ആപ്പും പോയി അൺഇൻസ്റ്റാൾ ചെയ്യും. എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കുന്നത്? നമ്മൾ കൂടുതൽ സ്ട്രെസ് ആക്കുവാണ് അങ്ങനെയൊക്കെ ചെയ്ത്. നമുക്ക് ഒരു ഹാബിറ്റ് ഉണ്ട്, അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യും. ഇല്ലേ? എല്ലാവരും യൂസ് ചെയ്യും, ഒരു ലിമിറ്റും ഇല്ല. അപ്പോൾ ആ ഒരു അൺലിമിറ്റഡിലോട്ട് ഒരു ലിമിറ്റ് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവരുവാണ്. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഫുൾ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസ്റ്റാ പോയി നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അതിലെന്തെങ്കിലും അപ്ഡേറ്റ് വരുന്നുണ്ടോ, അതിലെന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടോ എന്ന് നമുക്കറിയാനുള്ള ത്വര ഭയങ്കര കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി അൺഇൻസ്റ്റാൾ ചെയ്ത് വെച്ചല്ലോ. അൺഇൻസ്റ്റാൾ ചെയ്ത് വെച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയാൽ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് പഠിക്കാം. പക്ഷേ ഓൾറെഡി നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, നമുക്ക് സ്ട്രെസ് ലെവൽ കൂടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ഹാബിറ്റ് പെട്ടെന്നൊരു ലിമിറ്റ് വരുവാണ്, അവിടെ ഒരു സ്റ്റക്ക് ആകുന്ന പോലെ ഒരു ഫീൽ വരുവാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതെ ഫോൺ യൂസേജ് കുറയ്ക്കാൻ നോക്കുക. അല്ലാതെ പോയി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനല്ല നോക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു 3 അവർ പഠിച്ചാൽ 6 അവർ ഒരാഴ്ചയോ 3-4 ദിവസം കഴിഞ്ഞോ നമുക്ക് നോക്കാനുള്ള മൈൻഡ് സെറ്റ് കൊണ്ടുപോവാ. ആ ഒരു പഠിക്കുന്ന സമയത്ത് മാത്രം ഫോൺ യൂസേജ് മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞ് നമ്മൾ ഫുൾ ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ പോകുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ടുപോകും. ഇത്രയൊക്കെയാണ് സ്റ്റഡി പ്ലാന്, റൊട്ടീനും ഒക്കെ. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് ഫോണും ടൈമും ഷെഡ്യൂൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും റിവൈസ് ചെയ്യണമെന്നും പ്രാക്ടീസ് ചെയ്യണമെന്നും ഒക്കെയാണ് പറഞ്ഞത്. പിന്നെ മൈൻഡ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, നല്ല പ്രോപ്പറായിട്ടൊരു മൈൻഡ് വേണം സെറ്റ് ചെയ്ത് വെക്കാൻ. നല്ലൊരു ഡിസിഷനൊക്കെ എടുത്ത് പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു മോട്ടീവൊക്കെ ആയിട്ട് വേണം നമ്മൾ വന്നിരിക്കാൻ. നമ്മൾ പഠിക്കാതിരിക്കുന്നത് ഹൈജീൻ ആയിരിക്കണം, നമുക്ക് സ്വന്തമായിട്ടൊരു ഹൈജീൻ ഉണ്ടായിരിക്കണം, നല്ല വൃത്തിയും ക്ലീനും ഫ്രഷും ഒക്കെ ആയിരിക്കണം. പഠിക്കുന്ന ആ ഒരു ടേബിൾ മെസ്സൊന്നും ആക്കി ഇടാതെ നല്ല പ്രോപ്പർ ക്ലീനൊക്കെ ചെയ്ത്
നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കാൻ പറ്റണം. നമ്മൾ ഡിസ്റ്റർബൻസിൻ്റെ ഇടയിൽ പോയിരുന്ന് പഠിക്കരുത്. ഒറ്റയ്ക്കിരുന്ന് ഒരു ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ പോയിരുന്ന് കാമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റണം. പിന്നെ നമ്മൾ ഉറക്കെ വായിച്ചും എഴുതിയും വേണം പഠിക്കാൻ. എഴുതി പഠിക്കണം, ഉറക്കെ വായിച്ചും പഠിക്കണം. എന്നാലേ ബ്രെയിന് സ്റ്റോർ ചെയ്ത് വെക്കത്തുള്ളൂ. നമ്മുടെ ഫസ്റ്റ് സെഷൻ പ്ലാൻ ആൻഡ് റുട്ടീന് ഇവിടെ കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. എന്തൊക്കെയോ മിസ്സായ പോലൊക്കെ തോന്നുന്നു. അടുത്തത് മോട്ടിവേഷൻ. എങ്ങനെ നമ്മൾ മോട്ടിവേറ്റ് ആവണം പഠിക്കുന്നതിൽ എന്ന് വെച്ച് നോക്കുവാണെങ്കിൽ, എല്ലാവരും ഫിനാൻഷ്യലി ഓക്കെ ആവണമെന്നില്ല. നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ഇച്ചിരി കുറവും ഫിനാൻഷ്യലി ഇച്ചിരി ഡൗണും ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് മോട്ടിവേഷൻ കിട്ടും. കാരണം നല്ല പോലെ ഇരുന്ന് പഠിച്ച് മാർക്ക് വാങ്ങിച്ചാലോ നമുക്ക് നല്ല ജോലി കിട്ടത്തുള്ളൂ, നല്ല ശമ്പളം കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ പൈസയ്ക്ക് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, ഇല്ലേ? നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, ലൈഫ് എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ സൈസയ്ക്ക് നമ്മൾ ഇഷ്ടമുള്ള നമ്മൾ കുറേ കാര്യങ്ങൾ കാട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് വാങ്ങിക്കാം. പറ്റത്തില്ലേ? നമ്മൾ പഠിച്ച പൈസ നമ്മളോട് ആര് ചോദിക്കുന്നു, നീ എന്തിനു ചിലവാക്കുന്നതെന്നും ആരും ചോദിക്കാൻ വരത്തില്ല. ഈ പഠിച്ച് പൊളിച്ച് എക്സ്പ്ലോർ ചെയ്ത് ഇഷ്ടമുള്ളിടത്ത് പോയി ഇഷ്ടമുള്ളത് വാങ്ങി ഇങ്ങനൊരു ലൈഫ് ആരും ആഗ്രഹിക്കാത്തത്? എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ലൈഫാണ്. നമുക്കൊരു ജോലിയും നല്ലൊരു സാലറിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നേടാൻ പറ്റും. നമ്മളൊരിക്കലും ഡിപ്പെൻഡായിട്ട് ജീവിക്കല്ല ആരെയും. നമ്മളൊരിക്കലും ഡിപ്പെൻഡായിട്ട് ജീവിക്കരുത്. അഹങ്കാര രീതിയിൽ പറയുകയല്ല, നല്ല രീതിയിൽ എടുക്കണം. ഇത് ഇൻഡിപെൻഡൻ്റ് ആകണം. കുറച്ചെങ്കിലും ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാൻ പറ്റണം. ഈ ഒരു ജോബിൻ്റെ കാര്യത്തിലും ക്യാഷിൻ്റെ കാര്യത്തിലും ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടെങ്കിൽ ആരോടും ഒരു രൂപ പോലും നമുക്ക് ചോദിക്കേണ്ട വരത്തില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് മണി വേണമല്ലോ. മണി എവിടെ നിന്ന് കിട്ടും? ജോലി വേണം. ജോലി എങ്ങനെ കിട്ടും? എഡ്യൂക്കേഷൻ ത്രൂ. നമ്മൾ വിചാരിക്കും ബിസിനസ് ചെയ്യാമെന്ന്. എന്നാലും കുറച്ചൊക്കെ എഡ്യൂക്കേഷൻ വേണേ. മിനിമം ഒരു +2 എങ്കിലും കഴിഞ്ഞിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത്. ഇപ്പം എല്ലാവരും ഭയങ്കര കോമ്പറ്റീഷനിലാണ്. ഡിഗ്രി എടുക്കുന്നു, PG എടുക്കുന്നു, ഹയർ സ്റ്റഡീസിന് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പം നമ്മളെന്തിനാ നമ്മളായിട്ട് കുറഞ്ഞ് നിൽക്കുന്നത്? നമുക്കും പഠിച്ച് നല്ലതായിട്ട് മുന്നേറി വരാം. നമ്മൾ കുറഞ്ഞ ലെവലിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നല്ല മാർക്കോട് കൂടി നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് ഇപ്പോൾ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നല്ല സ്കോറാണ് അവർ നോക്കുന്നത്. കമ്മ്യൂണിറ്റി സ്കില്ല്, എലിജിബിലിറ്റി ആണോ ഈ ഒരു ജോബിൽ ആൾ, എങ്ങനെ ആളുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ്. മാർക്ക് മാത്രം അടിസ്ഥാനത്തിലല്ല, ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ എടുക്കുന്നത്. മാർക്കും നോക്കും. മാർക്ക് കിട്ടുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്നറിയാമോ? ആ ആൾക്ക് പഠിച്ച് ആ ഒരു കാര്യം ഇൻപുട്ട്, അതായത് പഠിച്ച കാര്യങ്ങൾ ആ ആൻസർ ഷീറ്റിൽ അതേപോലെ എഴുതി സ്കോർ ചെയ്യാൻ പറ്റുന്നു, ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ തെളിയിച്ച് കൊടുക്കുകയാണ്, അല്ലേ? മെയിനായിട്ട് ഈഗോ ഉണ്ടായിരിക്കണം. ഈഗോ എങ്ങനെ വരേണ്ടതെന്ന് വെച്ചാൽ പോസിറ്റീവ് രീതിയിലുള്ള ഈഗോ ആണ്. സ്റ്റുഡൻസിനെ ചിലവരൊക്കെ കളിയാക്കും മാർക്ക് പറയുന്നതിന്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നേരത്തെയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ മുന്നിൽ നല്ല പഠിച്ച് നല്ല നിലയിലെത്തിയാൽ അതൊരു ഭയങ്കരമായിട്ടുള്ള അച്ചീവ്മെൻ്റ് അല്ലേ? അവരെ നമ്മൾ തകർത്തുന്ന രീതിയിലുള്ള ഒരു റിവെഞ്ച് ആയിരിക്കും അത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ഈഗോ ഉള്ളത് നല്ലതായിരിക്കും പഠിക്കുന്നതിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോട്ടിവേഷൻ. നിങ്ങൾ മോട്ടീവായി ഞാൻ വിചാരിക്കുന്നു. ഇനി കുറച്ച് ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്ന്. മെയിനായിട്ടും ടൈം മാനേജ്മെൻറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ഡേ ആണോ നൈറ്റ് ആണോ എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം നിങ്ങൾ ചൂസ് ചെയ്ത് പഠിക്കുക. കാരണം നമ്മുടെ ഇഷ്ടത്തിന് വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് പഠിക്കാൻ പറ്റത്തുള്ളെങ്കിൽ ഓക്കെ, 5 മിനിറ്റ് പഠിച്ചിട്ട് റെസ്റ്റ് എടുത്തോ. എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് ബാക്കി പഠിക്കണം. അതുവഴി അങ്ങ് പോകരുത്. ആ ഒരു കണ്ടിന്യൂഷൻ നമ്മൾ കൊണ്ടുവരണം എല്ലായിടത്തും. നിങ്ങൾക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം അത് ചൂസ് ചെയ്യുക. നല്ല ഫ്രഷ് ആയിട്ടിരുന്ന് പഠിക്കുക. ഫോണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് പഠിക്കുന്ന സമയത്ത് പഠിത്തം മാത്രം കണ്ടിന്യൂ ചെയ്ത് ടൈം നല്ലതായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക. മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല കാര്യങ്ങൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ എങ്ങനെ ടൈം കിട്ടുന്നത്? അവർ പഠിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടിരുന്ന് പഠിക്കുന്നതുകൊണ്ടാണ്. പഠിച്ചാലോ ഇന്ന നിലയിൽ എത്തത്തുള്ളൂ എന്നൊരാഗ്രഹത്തോടിരുന്നാണ് അവർ ടൈമൊക്കെ മാനേജ് ചെയ്ത് പഠിക്കുന്നത്. നമുക്ക് ആ ഒരു സിറ്റുവേഷനൊന്നും ഇല്ലല്ലോ. നമുക്ക് സ്കൂളിൽ പോവുക, തിരിച്ച് വരിക, വീട്ടിൽ വരിക, നമ്മുടെ കാര്യങ്ങൾ നോക്കുക, പിന്നെയും തിരിച്ച് വീട്ടിൽ പോവുക. പക്ഷേ ചിലവരുടെ അവസ്ഥ അങ്ങനെയൊന്നുമല്ല. ഓൺലൈൻ ക്ലാസ്സും പാർട്ട് ടൈമായിട്ടും പഠിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ സാഹചര്യം കൊണ്ട്.
അപ്പം നമുക്ക് നല്ലൊരു സാഹചര്യമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട് പഠിക്കാൻ, ഇഷ്ടത്തിന് ടൈമുണ്ട്. ആ ടൈമൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. പിന്നെ ഉണ്ടല്ലോ, ഈ പോയ ടൈമൊന്നും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. എല്ലാവർക്കും അറിയാം, എക്സാം കഴിഞ്ഞിട്ട് നമുക്കൊരു റിഗ്രറ്റ് ആയിരിക്കും. പഠിക്കേണ്ടതായിരുന്നു, ആ സമയം ഇരുന്ന് ഓർത്തിട്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ടൈം കളയാതെ ഇരുന്ന് പഠിക്കാൻ നോക്കുക. കിട്ടുന്ന ടൈമെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ടിപ്സാണ്, എങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ പഠിച്ചെടുക്കാം എന്നുള്ള ചെറിയ ചെറിയ ടിപ്സാണ്. മൈൻഡ് ഫ്രഷ് ആക്കി വെക്കുക. ആബ്സെൻറ്റ് മൈൻഡ് ആയാൽ പ്രസൻറ്റ് മൈൻഡോട് കൂടി ഇരുന്ന് പഠിക്കുക. ഓക്കെ. ദെൻ അടുത്തത് നല്ലതായിട്ട് റെസ്പെക്റ്റ് ചെയ്യുക. അവരുടെ റെസ്പെക്റ്റും അവരുടെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കണക്കിന് പഠിച്ച് നല്ല നിലയിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുക. ആരെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്യരുത്. നല്ല റെസ്പെക്റ്റ് ചെയ്ത് പഠിച്ചെടുക്കുക. പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. മലയാളത്തിലോട്ട് ഒന്ന് ജസ്റ്റ് കൺവേർട്ട് ചെയ്യുക. ദെൻ അത് ഇംഗ്ലീഷിലോട്ട് നമ്മൾ എഴുതി നോക്കുക. നമ്മുടെ മനസ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് മലയാളത്തിൽ കൺവേർട്ട് ചെയ്ത് എഴുതണമെന്നില്ല. ആൻസർ ഇംഗ്ലീഷിലാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മലയാളത്തിലോട്ട് മനസ്സിലൊന്ന് കൺവേർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ഇംഗ്ലീഷിലോട്ട് എഴുതാൻ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. പിന്നെ പ്രാക്ടീസ് ചെയ്യുക. നല്ലതായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചത് തന്നെ ഫ്രഷ് മൈൻഡായിട്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ടിപ്സ് എന്ന് പറയാൻ. പ്രസൻറ്റ് മൈൻഡായിട്ടിരിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക ടീച്ചറിനെ, ചെറിയ ചെറിയ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 3-4 വട്ടം, മാക്സിമം 3 വട്ടമെങ്കിലും റിവൈസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ മിനിമം ഒരു ടൈമെങ്കിലും പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഫുൾ പോർഷൻ കവർ ചെയ്തില്ലെങ്കിലും ഒരു ഹാഫ് പോർഷനെ കവർ ചെയ്തില്ലെങ്കിൽ ആ ഹാഫ് പോർഷൻ കവർ ചെയ്ത് അത്രയും നല്ല വൃത്തിക്കും വെടുപ്പോടും കൂടി പഠിക്കണം. എന്നാലേ നമുക്ക് വെള്ളവും പോയിരുന്ന് കണക്ട് ചെയ്താണെങ്കിൽ ആൻസേഴ്സ് എഴുതാൻ പറ്റത്തുള്ളൂ. ടിപ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രസൻറ്റ് മൈൻഡ് ആയിരിക്കണം. ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടോ പഠിക്കാതിരിക്കാവുള്ളൂ. നോട്ട്സ് നമുക്ക് ഹെൽപ്ഫുൾ ആകും എക്സാമിൻ്റെ ടൈം. പിന്നെ നല്ലതായിട്ട് റിവൈസ് ചെയ്യുക. ഒരു വട്ടം പഠിച്ചിട്ട് അതുവഴി പോകാതെ പിന്നെ റിവൈസ് ചെയ്ത് നോക്കുക. മാക്സിമം ഒരു 3 വട്ടമെങ്കിലും പഠിക്കുക. അല്ലെങ്കിൽ മിനിമം ഒരു 1 ടൈംസെങ്കിലും റിവിഷൻ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ബ്രെയിനിൽ ഇത് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മറന്നു പോകും. അപ്പോൾ റിവൈസ് ചെയ്യുക. ഫ്രഷ് മൈൻഡായിട്ട് പ്രസൻറ്റ് മൈൻഡായിട്ട് ഇരുന്ന് പഠിക്കുക. ആംബിയൻസൊക്കെ നല്ലൊരു സെറ്റപ്പിൽ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഏതാണ് എസ്തെറ്റിക് വൈബാണോ, നിങ്ങൾ ഇഷ്ടമുള്ള വൈബിൽ നമ്മൾ ഇരിക്കുന്നിടൊന്ന് സെറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ചിലവർക്ക് നോർമലായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. എനിക്ക് നോർമലായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിരുന്ന് പഠിക്കുന്നതാണ് ഇഷ്ടം. മിനിമലായിട്ട് ടേബിളൊന്ന് സെറ്റാക്കി വെച്ചിരുന്ന് പഠിക്കുക. ഇഷ്ടമുള്ളൊരു പ്ലേസ് കണ്ടുപിടിച്ച് അവിടെ പോയിരുന്ന് പഠിച്ചാൽ മതി. ഫ്രഷ് എയർ ഒക്കെ കിട്ടുന്നൊരു ഏരിയ പിടിച്ച് പോയാൽ മതി. ടിപ്സ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിരിക്കും എല്ലാം. പഠിത്തം ഫുള്ള് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഏത് ക്യാരക്ടറിൽ പെടുന്നതാണോ, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം, ആ ഒരു വേ കണ്ടുപിടിച്ചിട്ട് അതിലോട്ട് പോയി ഇരുന്ന് പഠിച്ചാൽ മതി. വേറൊന്നും ചെയ്യണ്ട. ഫുൾ പോർഷൻ കവർ ചെയ്താലും ഹാഫ് പോർഷൻ കവർ ചെയ്താലും ആ കവർ ചെയ്യുന്ന അത്രയും നല്ല വൃത്തിക്ക് പഠിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ ടിപ്സ്. അടുത്തത് നോട്ട്സ് ആൻഡ് റിവിഷനാണ്. ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നോട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നല്ല വൃത്തിക്ക് എഴുതിയിരിക്കുന്നത്. പഠിക്കാതിരിക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആകും. നോട്ടില്ലാതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നതിനെക്കാട്ടും നല്ലത് ക്ലാസ്സിൽ തരുന്ന നോട്ട് അപ്പോൾ എഴുതിയെടുത്ത് നോട്ട് കംപ്ലീറ്റഡ് ആക്കി വെക്കുക എന്നുള്ള ഉത്തരവാദിത്തം നമ്മൾ ചെയ്യണം. നോട്ട് അല്ലെങ്കിൽ PPT എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ഈ ഒരു നോട്ടിനെ നമ്മൾ പഠിക്കാതിരിക്കുമ്പം ചെറിയ നോട്ടാക്കി മാറ്റുക. പിന്നെ റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. പഠിച്ചത് തന്നെ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നോട്ട് കംപ്ലീറ്റഡ് ആയിരിക്കുക പഠിക്കുന്ന നേരത്ത്. ഇമ്പോർട്ടൻറ്റ് മിസ്സുമാർ പറഞ്ഞു തരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് എഴുതി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാം. ഹൈലൈറ്റ് യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കാം ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്. പിന്നെ ചിലർക്ക് ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്ത് കളർ ഇങ്ങനെ ആക്കുന്നത് ഇഷ്ടമല്ല. ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതുപോലെ ചെയ്ത് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെക്കുക. ഈ പറഞ്ഞ എല്ലാം കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. ക്ലീൻ ആയിട്ടിരിക്കുക. നമ്മൾ പഠിക്കുന്നതും നമ്മുടെ അന്തരീക്ഷവും നമ്മളും. ദെൻ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു മനസ്സ് കൊണ്ടുവരണം ആദ്യം. പിന്നെ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രേക്സ് എടുത്തെടുത്ത് പഠിക്കുക. ഒരു അരമണിക്കൂർ പഠിച്ചെങ്കിൽ ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടോ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാവുള്ളൂ. ആ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആ അരമണിക്കൂർ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ റിപ്പീറ്റായിട്ട് അടുത്ത ദിവസങ്ങളിലും നമ്മൾ റിവൈസ് ചെയ്ത് നോക്കണം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന്.
പിന്നെ ക്ലിയർ ആയിരിക്കണം. പഠിക്കുന്ന അത്രയും കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ടിരിക്കണം ഓർമ്മയിൽ. അത്രയ്ക്കും ഡീപ്പായിട്ടിരുന്ന് വേണം പഠിക്കാൻ. വായിച്ച് പഠിക്കാതെ കൂടുതലും എഴുതി പഠിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം. എഴുതി പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പം എഴുതി പഠിക്കാൻ നോക്കുക. എഴുതി പഠിച്ചൊരു 3 വട്ടമെങ്കിലും മാക്സിമം എഴുതി പഠിച്ചിട്ട് അതൊന്ന് പറഞ്ഞു നോക്കിയാൽ തന്നെ നമ്മൾ ഓർമ്മയിൽ കുറേയൊക്കെ ഇരിക്കും. അപ്പോൾ എഴുതി പഠിക്കാൻ നോക്കുക. ഇംഗ്ലീഷിലാണ് സെൻറ്റൻസ് ആക്കി അതൊന്ന് ജസ്റ്റ് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇംഗ്ലീഷാക്കി സ്വന്തം ഓൺ സെൻറ്റൻസിൽ എഴുതാൻ ശ്രമിച്ച് നോക്കുക. മൈൻഡ് സെറ്റിലിരുന്ന് നല്ലൊരു ഗോളൊക്കെ സെറ്റാക്കിയിട്ട് വേണം ഇരുന്ന് പഠിക്കാൻ. ഓരോരുത്തർക്കും ഓരോ ഗോൾസ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊക്കെ നല്ല സെറ്റാക്കിയിട്ട് ഇരുന്ന് പഠിക്കുക. ഹെൽത്ത് നോക്കുക. നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുക. ഹൈജീനായിട്ടിരിക്കുക. നല്ലതായിട്ട് കിടന്ന് ഉറങ്ങുക. രാത്രിയാണോ പകലാണോ പഠിക്കുന്നതനുസരിച്ച് നല്ല രീതിയിൽ ഇരുന്ന് കിടന്ന് ഉറങ്ങി എണ്ണീറ്റ് ഫ്രഷ് മൈൻഡോട് കൂടി പഠിക്കാൻ ശ്രമിക്കണം. ഉറക്കം ഇല്ലാതിരുന്നാൽ നമുക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഉറങ്ങുക, ഫുഡ് കഴിക്കുക, ഹൈജീനായിട്ടിരിക്കുക. ഈ ഒരു 3 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ തന്നെ പഠിക്കാനുള്ള മൈൻഡ് സെറ്റൊക്കെ തന്നെ വന്നോളും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. ഇന്ന് നമ്മൾ കൂടുതലും മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് പ്ലാന്, ടിപ്സും ടൈം മാനേജ്മെൻറ്റും ഒക്കെയാണ്. പറഞ്ഞൊക്കെ മനസ്സിലോട്ട് എടുത്ത് എല്ലാവരും നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാംസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും അത് മറക്കണ്ട.